വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇവിടെ കുഴപ്പമൊന്നും ഇല്ലാണ്ട് തന്നെ പോകുന്നു കേട്ടോ. രാവിലെ ഇന്ന് മൂത്ത മോൻ സ്കൂളിൽ പോയില്ല കേട്ടോ. അവിടെ കലോത്സവമൊക്കെ നടക്കുന്ന കാരണം പോയില്ല. അതുകൊണ്ട് ഞാൻ വൈകി തന്നെയാണ് എണീറ്റതുകൊണ്ടല്ലോ ജീരകവെള്ളം തിളപ്പിച്ചു കേട്ടോ. നിങ്ങളെ വീട്ടിലൊക്കെ എന്താ തിളപ്പിക്കുന്നത്, എന്തിട്ടാണ് തിളപ്പിക്കുന്നത്? ഇവിടെ ജീരകം ഇട്ട് തിളപ്പിക്കും, പിന്നെ ഞാൻ ഏലക്ക ഇടും കേട്ടോ. പക്ഷേ ഗുണം ജീരകവെള്ളത്തിനാണെന്നാണ് പറയുന്നത്. എങ്കിലും വല്ലപ്പോഴും ഈ മഴ സമയത്തൊക്കെ ഞാൻ ജീരകവെള്ളം തിളപ്പിക്കും കേട്ടോ, ആരോഗ്യത്തിന് നല്ലതല്ലേ. പിന്നെ മോനെ ബസ് കയറ്റിയൊക്കെ വിട്ടു. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നപ്പോഴുണ്ടല്ലോ മീൻ വന്നു കേട്ടോ. നോക്കിയപ്പോൾ കുഞ്ഞും ചാള അത് 100 രൂപയ്ക്കാണ്. അതൊരു ചട്ടി നിറച്ച് തന്നു കേട്ടോ. പക്ഷേ കുഞ്ഞു ചാള ആയതുകൊണ്ട് എന്താ പീര പറ്റിക്കാനെന്നൊക്കെ പറയത്തില്ല, പീരക്കറി വയ്ക്കാനൊക്കെ കൊള്ളാമെന്നുള്ളതുകൊണ്ട് ഞാൻ അത് തന്നെ വാങ്ങിച്ചു. എന്നിട്ട് രാവിലെ ദോശയാണ്, ഒരു തക്കാളി ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വെച്ച്. ഞാൻ വെക്കുന്ന രീതി ഇങ്ങനെയാണ്. പലരും പല രീതിയിൽ വെക്കുന്നുണ്ടെന്നും അതുപോലെ ഞാൻ യൂട്യൂബിലും എല്ലാം പല രീതിയിലാണ് കണ്ടത്. പക്ഷേ ഞാൻ വെക്കുന്ന രീതി ഇങ്ങനെയാണേ. ഞാൻ മിക്സിയിൽ അരച്ചെടുക്കുന്നത് കൊണ്ടുണ്ടല്ലോ, ഞാൻ സവാള കാര്യമായിട്ട് വലുതായിട്ട് തന്നെയും കിട്ടും കേട്ടോ. ഈ മിക്സിയിൽ അരയ്ക്കാതെയാണ് എടുക്കുന്നതെങ്കിൽ സവാള കുഞ്ഞതായിട്ട് അരിഞ്ഞ് നമുക്ക് തക്കാളിയൊക്കെ ചേർത്തെടുക്കാം. പക്ഷേ ഞാൻ അങ്ങനെയല്ല കേട്ടോ, ഞാൻ മിക്സിയിൽ അരച്ചെടുക്കാമെന്ന് വെച്ചു. അങ്ങനെ സവാള ഇച്ചിരി കാര്യമായിട്ട് തന്നെ വലുതായിട്ട് തന്നെ ഇട്ടിട്ട് അതേനേക്കാളും വലുതായിട്ട് തന്നെ തക്കാളിയും കിട്ടും കേട്ടോ. നല്ല രീതിക്ക് അങ്ങ് വഴട്ടി അങ്ങ് ഇളക്കി കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. തമിഴ്നാട് അമ്പലങ്ങളിലൊക്കെ പോകുമ്പോഴുണ്ടല്ലോ, അത് അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ കൊച്ചു തട്ടുകടകളൊക്കെ കാണാം കേട്ടോ. അവിടെയൊക്കെ മിക്കവാറും ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ കിട്ടുന്നത് ഈ തക്കാളി ചട്നിയാണ്. പക്ഷെ നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റ് അല്ല അവിടുത്തെ ആ ഒരു ചട്നിക്കയുടെ ഒരു വെറൈറ്റി ടേസ്റ്റാണ്. പിന്നെ കാര്യമായിട്ട് തന്നെ ഞാൻ വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കേട്ടോ. പിന്നെ മുളക് പൊടി, ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നല്ലോണം തണുത്തതിന് ശേഷം ഉണ്ടല്ലോ, ആ മിക്സിയുടെ ജാറിലോട്ട് എല്ലാം വാരിയും ഇട്ടു. എന്നിട്ട് നല്ല മഷി പോലെയാണ് അരച്ചത്. പലരും പല രീതിയിലാണ് ചെയ്യുന്നതെന്ന് പറയും. ചിലർക്ക് കടിക്കാൻ കിട്ടണം, അതായത് ആ തക്കാളിയും ഉള്ളിയും ഒക്കെ കടിക്കാൻ കിട്ടണം. പക്ഷേ ഞാൻ അങ്ങനെയല്ല ചെയ്ത്. ഞാൻ 2 രീതിയിലും ചെയ്യും. പക്ഷേ ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് ഈ രീതികളാണ്. അരച്ചൊക്കെ എടുത്തതിന് ശേഷം ഉണ്ടല്ലോ, കുറച്ച് ആ പാനിൽ തന്നെ, കാര്യം കഴിയൊന്നുമില്ല, ആ പാനിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് കുറച്ച് ഉഴുന്ന് പരിപ്പിട്ട് കേട്ടോ. അതും ഒരു ഇതിൻ്റെ കൂടെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. എന്നിട്ട് വറ്റൽമുളകൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. മോൻ്റെ അടുത്ത് പറഞ്ഞു, മോനെ ചെന്ന് കുറച്ച് കരിവേപ്പില പിച്ചിക്കൊണ്ടുവരാം. കൊണ്ടുവന്നുണ്ട് 2 or 3 ഇല. പിന്നെ ഞാൻ വീണ്ടും പിച്ചിക്കൊണ്ട് വാടാമെന്നും പറഞ്ഞു. അങ്ങനെ അവൻ പിച്ചിക്കൊണ്ടൊക്കെ വന്നു. അത് കഴിഞ്ഞിട്ട് അതങ്ങോട്ട് കുറച്ച് ഗ്രേവി പോലെ വെള്ളം പോലെ ആക്കിയ അതങ്ങ് ഒഴിച്ചു. പക്ഷേ ഇതുണ്ടല്ലോ, വെള്ളം പോലെ ആണെങ്കിലും ഒരു 2-3 മിനിറ്റ് തന്നെ ഇതിങ്ങനെ ഇളക്കുമ്പോൾ അതങ്ങ് നല്ല കുറുകി നല്ല കട്ടിയായിട്ട് വരും കേട്ടോ. അങ്ങനെ ഇട്ടു, നല്ല രീതിക്ക് കുറുക്കിയെടുത്തു. പിന്നെ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു, അങ്ങനെ ഉപ്പും കൂടി ഇട്ടു. പിന്നെ ഞാൻ ഇതിനകത്ത് എൻ്റേതായ ഒരു പ്രത്യേക ടേസ്റ്റിന് വേണ്ടി ഞാനായിട്ടൊരു ഇതായി ചെയ്തതാണ്. പക്ഷേ മറ്റുള്ളവർ ചെയ്യുമോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ കുറച്ച് കായപ്പൊടി ചേർത്ത് കേട്ടോ. കായപ്പൊടിയുടെ മണം ഒരു പ്രത്യേക ഇഷ്ടമാണ്. സാധാരണ ഈ എന്താണ് പറയുന്നത്, ചട്നിയിലൊന്നും അങ്ങനെ കായപ്പൊടി ഇടുന്ന കണ്ടിട്ടില്ലല്ലോ. പക്ഷേ എന്നാലും ഞാനത് ചട്നിയിലിട്ടു കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ചട്നിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒന്ന് കായപ്പൊടിയും കൂടെ ഒന്ന് ഇട്ട് നോക്കണേ. അതൊരു വെറൈറ്റി ടേസ്റ്റ് മാത്രമല്ല, ഒരു പ്രത്യേക മണവും കൂടാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ ചായ വെച്ചു. ചായയൊക്കെ കുടിച്ചോളാൻ വയ്യാതെ നിന്നായിരുന്നു. കാര്യം വെച്ചാൽ രാവിലെ ഒന്നാമതേ പൊതുവേ ലേറ്റായിട്ടാണ് എണീറ്റത്. പിന്നെ മോനെ സ്കൂളിൽ വിട്ടതിന് ശേഷം ഞാൻ മീനൊക്കെ വാങ്ങിച്ചു, ഈ കറിയൊക്കെ ചട്നിയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷമാണ് ചായ ഇട്ടത്. അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ടുണ്ടല്ലോ. ഇളയ മോന് സ്കൂളിൽ പോകണം. അങ്ങനെ ഇളയ മോന് ദോശയൊക്കെ കൊടുത്തിട്ട് സ്കൂളിലും ഞാൻ ഇത്രയും വലിയ ദോശയല്ല, കുട്ടി ദോശ ഉണ്ടാക്കി ചട്നി കൂടെ ആക്കി കൊടുത്തു കേട്ടോ. എന്നിട്ട് ചായയൊക്കെ ഇട്ട് കൊടുത്ത് മോനെ കുടിപ്പിച്ചിട്ട് സ്കൂളിൽ വിട്ടു കേട്ടോ. എന്നിട്ട് മോനെ സ്കൂളിൽ വിട്ടതിന് ശേഷം ഞാൻ പെട്രോൾ പമ്പിൽ പോയി പെട്രോളൊക്കെ അടിച്ച്, പെട്രോൾ പമ്പിലല്ലേ പിന്നെ പെട്രോൾ അടിക്കാൻ പറ്റും, അങ്ങനെയല്ല ഞാൻ പറഞ്ഞതാണ്, പെട്രോൾ തീർന്നായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ പോയി പെട്രോളൊക്കെ അടിച്ചതിന് ശേഷം ഞാൻ തേങ്ങ തീർന്നു. അന്ന് വാങ്ങിച്ചതാണ്, മുമ്പത്തെ ഒരു വീഡിയോയിൽ കണ്ടില്ലേ, അങ്ങനെ അവിടുന്ന് അപ്പോഴും വാങ്ങിച്ചാണ് കേട്ടോ. തേങ്ങ തീർന്നു. അങ്ങനെ തേങ്ങ, മുട്ട അതൊക്കെ വാങ്ങിച്ച്. തേങ്ങയ്ക്കൊക്കെ ഭയങ്കര വില. സത്യം പറഞ്ഞാൽ 1 കിലോ 80 രൂപ. കുറച്ച് കുറഞ്ഞിരുന്നതാണ്, പക്ഷേ വീണ്ടും കൂടി കേട്ടോ. അങ്ങനെ തേങ്ങയൊക്കെ വാങ്ങിച്ചു. ഞാൻ അധികമൊന്നും വാങ്ങിച്ചില്ല, 2 കിലോ വാങ്ങിച്ചുള്ളൂ കേട്ടോ. അങ്ങനെ പിന്നെ കുറച്ച് ഇഞ്ചി വാങ്ങിച്ചു. പിന്നെ പച്ചമുളക് ഞാൻ കാര്യമായിട്ട് വാങ്ങിച്ചില്ല. വീട്ടിൽ കാന്താരി ഉണ്ടെന്ന് പറഞ്ഞില്ല, അതെല്ലാം വാങ്ങിച്ചിട്ട് ഞാൻ നേരെയൊക്കെ വീട്ടിൽ വന്നു കേട്ടോ. വന്നിട്ടുണ്ടല്ലോ, മഴയാണെങ്കിലും ദാഹമാണ്. അങ്ങനെ വന്ന് വേഗമായി കുറച്ച് ജീരകവെള്ളമൊക്കെ കുടിച്ചിട്ടുണ്ടല്ലോ. ഞാൻ കോവയ്ക്ക ഉണ്ടായിരുന്നു, ഞാൻ വാങ്ങിച്ചതുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഒന്ന് കഴുകി നല്ല വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഉണ്ടല്ലോ, ടി വിയും കണ്ടുകൊണ്ട് പോയി ചെന്നിരുന്ന് കോവയ്ക്കായിരുന്നു. സത്യനന്ദിക്കാടിൻ്റെ പറഞ്ഞൊരു സിനിമയുണ്ടല്ലോ, പൊന്മുട്ടി ഇടുന്ന താറാവ്. ആ സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അതൊക്കെ കണ്ടുകൊണ്ടിരുന്ന് ഞാൻ അതൊക്കെ അരിഞ്ഞ് എടുത്തതിന് ശേഷം ഉണ്ടല്ലോ, പിന്നെ ആ പാൻ തന്നെ കഴുകിയൊക്കെ എടുത്ത് വൃത്തിയാക്കി വെച്ചതിന് ശേഷം എണ്ണ ഒഴിച്ചു, കരിവേപ്പില ഇട്ടു, കടുകിട്ടു. അതിനുശേഷം ഈ ഉള്ളിയും കോവയ്ക്കെല്ലാം കൂടെ അരിഞ്ഞിട്ട് അങ്ങോട്ട് ഭയങ്കരമായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കേട്ടോ. എന്നിട്ട് ഞാൻ ചെറിയ തീയിൽ വെച്ചു, ഉപ്പും ചേർത്ത്. കാര്യം എനിക്ക് കുറച്ച് പണി അധികം ഉണ്ടല്ലോ. അങ്ങനെ ചെറു തീയിലങ്ങ് വെച്ചു കേട്ടോ.
ആ ചാളമീൻ പീര വയ്ക്കാമെന്നല്ലേ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ കുറച്ച് കൊച്ചുള്ളി അധികം എടുത്തു കേട്ടോ. അങ്ങനെ കൊച്ചുള്ളി എടുത്തുകൊണ്ട് ഞാൻ നേരെ സിറ്റൗട്ടിൽ പോയിരുന്നായിരിക്കും. കാര്യമുണ്ടല്ലോ, മോനും ഉണ്ടായിരുന്നു. ഇന്ന് സ്കൂളിൽ പോയിട്ടില്ല, ട്യൂഷനാണ് രാവിലെ പോയത് കേട്ടോ. അങ്ങനെ മോനെടുത്ത് TV കാണുന്നുണ്ട്. അവിടെ ഫാൻ ഇട്ടിരുന്നല്ലേ കാണുന്നത്. അമ്മ കണ്ണരിയും ഉള്ളി അരിഞ്ഞ് അമ്മ ആ പുറത്തോട്ട് പോയി നിന്ന് അരി, അല്ലെങ്കിൽ മൊത്തത്തിൽ കണ്ണ് നിറൂന്ന് പറയുമ്പോൾ ഞാനുണ്ടല്ലോ ആ സിറ്റൗട്ടിലിരുന്ന് ഞാൻ ആ സിനിമ കണ്ടു കേട്ടോ. എന്നതിന് ശേഷം ആ ഉള്ളിയെല്ലാം അരിഞ്ഞ് വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഉണ്ടല്ലോ ഞാനങ്ങ് മീൻ കട്ട് ചെയ്ത്. മീനെന്ന് വെച്ചാൽ കാര്യമായിട്ട് തന്നെ ഇരുന്നു കേട്ടോ. കുഞ്ഞ് ചാളയായിരുന്നു. അതിനെല്ലാം വരുന്ന എങ്ങനെയെങ്കിലുമൊക്കെ തപ്പിയെടുത്തൊക്കെ നല്ലവണ്ണം വൃത്തിയാക്കി. പിന്നെ ഈ പീരയുടെ അരപ്പ് ഞാൻ ചെയ്യുന്നത് തേങ്ങ, കുറച്ച് മുളക് പൊടി, ഒരു ഇച്ചിരി മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് പുളിയും കൂടെ ചേർത്ത് ഒരു കറക്കം, അതായത് അധികം അരയത്തില്ല, നമ്മുടെ ഈ തോരനൊക്കെ അരയ്ക്കുന്ന കണക്ക് ഒരു കറക്കം. അത് കഴിഞ്ഞിട്ട് അത് ആ ചട്ടിയിലോട്ടിട്ടു. ഞാൻ പിന്നെ ഉണ്ടല്ലോ ആ അരിഞ്ഞ് വെച്ച കൊച്ചുള്ളിയില്ല, അതും കൂടെ കൊച്ചതായിട്ട് അരിഞ്ഞതിന് ശേഷം അതും കൂടി ഇട്ട് കൈ വെച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കേട്ടോ. എന്നിട്ട് ആ മീൻ ചെറുതാണെങ്കിലും ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്ത് കേട്ടോ. എന്നിട്ട് അതും കൂടെ ഇട്ട് നല്ല രീതിക്ക് കൈവച്ചെന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് പിഴിഞ്ഞൊന്നും എടുത്തില്ല, മീൻ അങ്ങ് ഇതായിപ്പോവും. അങ്ങനല്ല, അതിൻ്റെതായ രീതിയിൽ ആ മീനിനകത്തെല്ലാം നമ്മൾ മസാല പിടിക്കും. നമ്മൾ ഈ ഫ്രൈ ചെയ്യുമ്പോൾ ആ മസാല പിടിപ്പിക്കത്തില്ല, അതുപോലെ ആ ചതച്ച് വെച്ച എല്ലാ സാധനങ്ങളും അതിനകത്ത് മിക്സ് ചെയ്ത് എല്ലാം വൃത്തിയായി കുറച്ച് വെള്ളം ഇങ്ങനെ കൈവച്ച് തളിച്ചു കൊടുത്തു കേട്ടോ. ഒരുപാട് വെള്ളമല്ല, ആ സാധനങ്ങൾ വേവുന്ന തരത്തിൽ. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇത് ഞങ്ങൾക്കൊക്കെ അറിയാമല്ലോ, അങ്ങനല്ല, എനിക്ക് പറഞ്ഞേ പറ്റത്തുള്ളൂ, ഞാൻ ചെയ്യുന്ന രീതിയാണ് പറഞ്ഞത്. അപ്പോഴത്തേക്കും ഉണ്ടല്ലോ നല്ല രീതിയിൽ റെഡി ആയിട്ടുണ്ട്. കോവയ്ക്ക് ചെറുതായിട്ട് കരിഞ്ഞു പോയി, തീ കുറച്ച് വെച്ചിട്ടാണ് ഞാൻ മീൻ കട്ട് ചെയ്യാനൊക്കെ ഇരുന്നത്. അപ്പം ഞാൻ കുറച്ച് ചോറും കുറേ അധികം മീനിൻ്റെ പീരയും കോവയ്ക്കയും കൂടെ ഒക്കെ എടുത്ത് കഴിച്ചു. മോന് ഞാൻ വാരിയും കൂടെ കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് അധികം പാത്രങ്ങളൊന്നുമില്ല, ഞാൻ അപ്പോഴപ്പോഴും പാത്രങ്ങൾ കഴുകിയതുകൊണ്ട് അധികം പാത്രമൊന്നുമില്ല കേട്ടോ. ഇന്നില്ല മോന് സ്കൂളിലും പോകണ്ട, ലേറ്റായത് എണീറ്റിട്ടുണ്ടല്ലോ, കാര്യമായ ജോലികളൊന്നും തന്നെ നടന്നില്ല. അത് കാര്യം ഒരുപാട് വൈകി. കാര്യം ഇപ്പം തന്നെ ഏകദേശം 2 മണിയോളമായി. അങ്ങനെ പിന്നെ അധികം ഒന്നും കിടക്കാനൊന്നും പറ്റില്ല. അല്ലെങ്കിൽ ഞാനൊരു 1/2 മണിക്കൂറെങ്കിലും ഞാൻ ഉച്ചയ്ക്ക് കിടക്കുന്നുണ്ട്, അതൊന്നും പറ്റില്ല. അതിനുശേഷം ഞാൻ പിന്നെ വീണ്ടും എൻ്റെ പതിവ് ജോലി തന്നെ തൂത്ത് വാരാതെ വിചാരിച്ചു. എന്നിട്ടുണ്ടല്ലോ ഈ മഴ ഇങ്ങനെ നിൽക്കുന്ന കാരണമൊന്നും അങ്ങോട്ടൊന്നും പറ്റുന്നില്ല. കുറച്ച് പെയ്യും പിന്നെ തോരും, കുറച്ച് പെയ്യും, അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ കാലാവസ്ഥ. ഇതുണ്ടല്ലോ എൻ്റെ വീട്ടിൽ പിടിച്ച ഓർക്കിഡാണ്. ഇത് കോമൺ ആയിട്ട് എല്ലാവരുടെ വീട്ടിലും എല്ലാ സ്ഥലത്തും കാണുന്നതാണ്. ഞാൻ ഇതിപ്പോൾ കാണിക്കാൻ കാര്യമുണ്ടല്ലോ, മഴയുടെ സീസണിലുണ്ടല്ലോ ഒരു പൂ അങ്ങ് പൊഴിഞ്ഞു പോയി. അപ്പോൾ ഇത് മൊത്തം വിരിഞ്ഞ് വരുമോ എന്നുള്ളത് എനിക്കറിയത്തില്ല. പിന്നെ പ്രത്യേകം ഞാൻ കാണിക്കാൻ വന്നത് ഇതാണ് കേട്ടോ. ഇത് ആദ്യമായിട്ട് പിടിച്ചാണ്. ഇതിൻ്റെ കളർ ഇതിനകത്ത് ഏത് രീതിയിൽ വരുമെന്ന് എനിക്കറിയത്തില്ല. ഇതൊരു പിസ്ത പച്ച കളർ ഓർക്കിഡാണ് കേട്ടോ. വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ. ഇതിപ്പം തന്നെ ഈ വീഡിയോ പിടിച്ച് തരാൻ കാര്യമെന്ന് വെച്ചാൽ ഇത് പിന്നെ കാണിക്കാൻ പറ്റത്തില്ല. കാര്യം ഇതൊക്കെ പൊഴിഞ്ഞു പോകുന്ന തോന്നുന്നു, അത്രയ്ക്ക് മഴയാണ്. പുറത്ത് അതിശക്തമായ മഴ പെയ്തു കേട്ടോ, ഞാൻ പറഞ്ഞങ്ങോട്ട് തീർന്നതും. അങ്ങനെ മഴയൊക്കെ കുറച്ച് നേരം അവിടെ കണ്ടുകൊണ്ടിരുന്ന് വൈകിട്ടത്തെ ചായയും കുടിച്ചുകൊണ്ടിരുന്നപ്പോണ്ടല്ലോ നാളെ 1-ാം തീയതിയാണ്. അപ്പം വീടെല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കാമെന്ന് കരുതി ഞാൻ രാവിലെ തന്നെ തൂത്തെല്ലാം വാരിയതാണ്. എന്നിട്ട് വീടിനകമൊക്കെ നല്ലവണ്ണം തുടച്ച് വൃത്തിയാക്കി എടുത്ത് ഞാൻ എല്ലാം 1-ാം തീയതിയും തലേ ദിവസം ഞാൻ വീടൊക്കെ തുടയ്ക്കുന്നതാണ്. പ്രത്യേകിച്ച് തുലാമാസമാണ്. അങ്ങനെ അതെല്ലാം വൃത്തിയാക്കി എടുത്ത് കേട്ടോ. നാളെ അമ്പലത്തിൽ പോകണം കേട്ടോ. അങ്ങനെ ഒരു മാല കെട്ടാനായിട്ട് ഞാൻ ഇത് മുക്കുറ്റിയാണ്, നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നതെന്ന് അറിയത്തില്ല, മുക്കുറ്റി മാല കെട്ടി അമ്പലത്തിൽ കൊടുക്കാനായിട്ട് ഞാൻ ചിഞ്ചുവിൻ്റെ വീട്ടിൽ പോയി കേട്ടോ. അങ്ങനെ ചിഞ്ചുവിൻ്റെ വീട്ടിൽ ഇത് കുറേ അധികം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവിടുത്തെ എല്ലാം ഇട്ടിരുന്ന് പിച്ചി. പിന്നെ കുറേ നേരം എന്നെ കണ്ടുകൊണ്ട് രാജിയും ചിഞ്ചുവിൻ്റെ അമ്മയെല്ലാം കൂടെ വന്നുകൊണ്ട് ഞങ്ങളവിടെ കുറേ നേരം ഇരുന്ന് കുറച്ച് നാട്ടുവർത്താനവും അല്ലാത്ത വർത്താനവും എല്ലാം ഞങ്ങൾ പറയാം. അല്ലാത്ത വർത്താനം എന്ന് വെച്ചാൽ ഞങ്ങളെ കാര്യങ്ങൾ, എൻ്റെ ചാനലിനെ കുറിച്ചും ഒക്കെ ഞങ്ങൾ സംസാരിച്ചു കേട്ടോ. അങ്ങനെ സംസാരിച്ച് കുറേ നേരം കഴിഞ്ഞപ്പോൾ ഞാനിങ്ങ് വീട്ടിൽ വന്നപ്പോഴത്തേക്കുള്ള അമ്മ മാഗി വേണമെന്ന് പറഞ്ഞു. അങ്ങനെ കാര്യമായിട്ടൊന്നും എപ്പോഴും പറയുന്ന കാര്യമല്ല. അങ്ങനെ മാഗിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് എനിക്കധികം പണിയുണ്ട് കേട്ടോ. കാര്യം മാല കെട്ടണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.